ഒരു ബിസിനസ് ചെയ്യണമെന്ന് അതേ ആഗ്രഹമുണ്ട്. എന്നാൽ കയ്യിൽ ക്യാഷില്ല, അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതായത് സെയിൽസ് ഉണ്ടാകണമെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഇങ്ങനെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിവില്ല. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഒരു സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ആകെ വേണ്ടത് ഒരു ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോണ്, അത് ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊരു സർവീസ് സെക്ടറാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അക്ഷയ ജനസേവ കേന്ദ്രം മുതലായവയൊക്കെ നടത്തുന്നവരാണെങ്കിൽ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ വീടുകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ടും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാനും സാധിക്കും. ഇതാണ് ഈ ബിസിനസ് സാധ്യത എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ വീടുകളിൽ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ ഡോക്യുമെൻറ്റുകളും കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ വരെ. പല വീടുകളിലെയും ആധാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ കാലപ്പഴക്കം ആധാരത്തിന് തന്നെ കാണാൻ സാധിക്കും. അത് ഏതോ കാലത്ത് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചതായിരിക്കും. അത് അതേപോലെ തന്നെ അലമാരിലും മറ്റും കയറ്റി വെച്ചിട്ടുണ്ടാകും, പിന്നെ തൊട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായ നാശങ്ങളും അത് കാലപ്പഴക്കത്തിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം തന്നെ ആ ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഓരോ വീടുകളിലും ഓരോ വ്യക്തിയുടെ ആയിട്ടൊക്കെ വളരെ വലിയ ഡോക്യുമെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം ഡിജിറ്റലാണോ ഇന്നത്തെ സാഹചര്യത്തിൽ? അല്ല എന്നതാണ് ഉത്തരം. ഒന്ന്, ഡിജിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ സാക്ഷരത ഉള്ളവരാണെങ്കിൽ കൂടെ പലപ്പോഴും മടി ഉള്ളത് കൊണ്ടൊക്കെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവരുടെ എണ്ണം തന്നെ വളരെയധികം ചുരുക്കമാണ്. അതേപോലെ തന്നെയാണ് ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവരുടെ എണ്ണവും. അപ്പോൾ അത്രയും വലിയ ഓഡിയൻസാണ് ഇന്ന് കേരളത്തിലുള്ളത്. വളരെ ഡോക്യുമെൻറ്റുകളുടെ കൂമ്പാരം തന്നെ ഓരോ വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഡോക്യുമെൻറ്റുകളെ മൊത്തം നിങ്ങൾക്ക് ഡിജിറ്റലൈസ്ഡ് ആക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ വളരെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ജനസേവ കേന്ദ്രത്തിൻ്റെ ആഡ് ഓൺ ആയിട്ടോ, അല്ലെങ്കിൽ ഇതേപോലുള്ള സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഒരു സർവീസ് നിങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ടോ, അതല്ല നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ ഡോക്യുമെൻറ്റിനും ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു സർവീസ് ഇനത്തിൽ സെല്ല് ചെയ്യാൻ സാധിക്കും. അതോടുകൂടി തന്നെ വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി അറിയാം, അത്രയധികം ഡിജിറ്റലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ പേപ്പർ മുഖേനയാണ് ഇരിക്കുന്നതെങ്കിൽ നാശിക്കാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്നും കൂടെ ഹെൽപ്പായിരിക്കും. പക്ഷേ ഇതിൻ്റെ അവയർനെസ് പലപ്പോഴും എത്തുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഓഡിയൻസിന് ഒരു സപ്പോർട്ട് ആണ് നമ്മളത് ചെയ്യുന്നത്. അതായത് അവരുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നു. ഇതിൻ്റെ ധാരാളം സോഫ്റ്റ്വെയർസുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എക്സാമ്പിൾ ഡിജി ലോക്കർ തന്നെ എടുക്കാം. ഡിജി ലോക്കറിൽ നമ്മുടെ ബഹുഭൂരിപക്ഷ സർട്ടിഫിക്കറ്റുകളും ഇതേപോലെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനുള്ള ഓപ്ഷൻസുകളുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷ ആൾക്കാരും അത് ഉപയോഗിക്കുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ നിങ്ങൾക്കൊരു ഡിജിറ്റൽ സാക്ഷരത ഉണ്ടെങ്കിൽ ഓരോ ഡോക്യുമെൻറ്റുകളും PDF ആക്കിയോ അല്ലാതെയോ ഡിജിറ്റലി നിങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ള അറിവുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനും അതോടുകൂടി വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് ആവട്ടെ, ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു സ്മാർട്ട് ഫോണും മാത്രം. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങോ സീറോ. അതായത് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിലൂടെ ഏറ്റവും മികച്ച ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് എന്ന് പറയുന്നത്. ഈ വീഡിയോ വളരെ വിവരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.